ഹായ് ഡിയേഴ്സ്, ഇന്ന് ഒരു പൈൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ, അതിന് ഒരു ഗൈഡൻസ്, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കാർഡ്സ് വരുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഒരു 3 കാർഡ്സ് എടുക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് കാർഡ്. ഇതാണ് സെക്കൻഡ് കാർഡ്. ഇതാണ് തേർഡ് കാർഡ്. ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത ഗ്രൂപ്പ്, അവർക്കുള്ള മെസ്സേജ് നോക്കാം. ഓക്കെ, വിഷ് ഫുൾഫിൽമെന്റ്. നിങ്ങളുടെ ഏതോ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ പോകുകയാണ്. അത് സാമ്പത്തികപരമായിട്ടായിരിക്കാം, റിലേഷൻഷിപ്പ് പരമായിട്ടായിരിക്കാം, എന്തെന്നെയായാലും ഒരു വിജയം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ്, അതുവഴി നിങ്ങൾക്ക് ഒരു സന്തോഷം, ഒരു എന്താ പറയാ, അത്രമേൽ ആഗ്രഹമുള്ള ഒരു കാര്യം നടന്നു കിട്ടുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു അപ്പോഴത്തെ ഒരു ഇമോഷൻ, അതാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. സെക്കൻഡ് കാർഡുകാരെ നമുക്ക് നോക്കാം. സെൽഫ് വർത്ത്, ഹൈ വൈബ്രേഷൻ. അതായത് ഇവിടെ സെൽഫ് വർത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വില നൽകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം വില കളഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്കും വിലയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. അതൊരിക്കലും കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഹീലിംഗ് അത്യാവശ്യമാണ്. അത് നല്ല രീതിയിൽ തന്നെ നടക്കണം. നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ മറ്റുള്ളവരിൽ നിന്ന്, അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു 1% പോലും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല. അതൊക്കെ നിങ്ങൾ ഒരുപാട് തളർത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ സെൽഫ് വർത്ത്, നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം വളർത്തിയെടുക്കുക. അതാണ് ഇവിടെ കിട്ടുന്ന മെസ്സേജ്. തേർഡ് കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജ് നോക്കാം. മൂൺ, ഇൻഡ്യൂഷൻ. ഈ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് ലെവൽ, അങ്ങനെയാണ് പറയാ. മൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഇമോഷൻസ്, ഒരു ഭയം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് തേർഡ് കാർഡുകാരുടെ അവർക്കുള്ള മെസ്സേജ്. താങ്ക് യു ഡിയേഴ്സ്.